സോ ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു അനാലിറ്റിക്കൽ ടെക്നിക്കാണ്. അനാലിറ്റിക്കൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ and identification of different chemical constituents of complex mixtures or solutions. അപ്പം ഒരു സൊല്യൂഷനകത്തോ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിനകത്തോ ഉള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയും പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്ന ഒരു അനാലിറ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് എക്സ്പെരിമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ, ഈസി ആൻഡ് ലെസ് എക്സ്പെൻസീവ് ടെക്നിക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്രൊമാറ്റോഗ്രഫിക് സെപ്പറേഷൻ വാസ് കണ്ടക്റ്റഡ് ബൈ ദ റഷ്യൻ ബൊട്ടാണിസ്റ്റ് Mikhail Svet in 1906 for the separation of chlorophylls and other plant pigments from plant extracts. അപ്പോൾ ആദ്യമായിട്ട് ഈ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് ചെയ്തത് റഷ്യയിലുള്ള ഒരു ബൊട്ടാണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മിഖയേൽ സ്വെറ്റ്. ഇദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് 1906-ലാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് പ്ലാന്റ് എക്സ്ട്രാക്ട്സിൽ നിന്ന് പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് മെത്തേഡ് ഹി യൂസ്ഡ് കാൽഷ്യം കാർബണേറ്റ് പാക്ഡ് അറൗണ്ട് എ വെർട്ടിക്കൽ കോളം ആസ് ദ അഡ്സോർബൻറ്റ് ആൻഡ് പെട്രോളിയം ഈതർ ആസ് സോൾവെൻറ്റ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പ്ലാന്റ് എക്സ്ട്രാക്റ്റ് കൂടാതെ യൂസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റും പിന്നെ പെട്രോളിയം ഈതറും. ഓക്കെ, അപ്പോൾ ഈ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ഇദ്ദേഹം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു കോളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം യൂസ് ചെയ്തത് ഒരു കോളമാണ്. കോളം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ബ്യൂററ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കെമിസ്ട്രിയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ബ്യൂററ്റിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ ബ്യൂററ്റിനെ കാട്ടിലും നീളം കുറഞ്ഞ വീതി കൂടിയ ഒരു ബ്യൂററ്റ് പോലെ ഇരിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ബ്യൂററ്റ് തന്നെയാണത്, പക്ഷേ വീതി കുറച്ച് കൂടുതലായിരിക്കും, നീളം കുറവായിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അതാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ആ കോളത്തിനകത്ത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കെമിക്കല് അതിനകത്തേക്ക് പാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ കോളത്തിനകത്ത് കാൽഷ്യം കാർബണേറ്റ് അങ്ങനെ നിറച്ച് വയ്ക്കും. ഇതിനെയാണ് അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അദ്ദേഹം യൂസ് ചെയ്തത് പെട്രോളിയം ഈതർ എന്ന് പറയുന്ന ഒരു സോൾവെൻ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്, അതായത് ഒരു അഡ്സോർബൻറ്റിൻ്റെയും ഒരു സോൾവെൻറ്റിൻ്റെയും ഹെൽപ്പോടു കൂടിയാണ് ഇദ്ദേഹം പ്ലാന്റ് എക്സ്ട്രാക്ട്സിലുള്ള പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തത്. ഹീ കുഡ് ഒബ്സർവ് കളേർഡ് സോൺസ് ഓൺ ദ അഡ്സോർബൻറ്റ് കോളം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സ്. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്തെന്നറിയാമോ? ഈ പ്ലാന്റ് എക്സ്ട്രാക്റ്റിനകത്തുള്ള ഡിഫറെൻറ്റ് കളറിലുള്ള പിഗ്മെൻറ്റ്സ് ഈ അഡ്സോർബൻ്റ് കോളത്തിലൂടെ സെപ്പറേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ഈ പ്ലാന്റ് എക്സ്ട്രാക്ട്സിലുള്ള പിഗ്മെൻറ്റ്സിനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ കോളം ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ക്രൊമാറ്റോഗ്രഫിക് എക്സ്പെരിമെൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് പറയുന്ന പേരെന്താണ്? കോളം ക്രൊമാറ്റോഗ്രഫി. എന്തുകൊണ്ടാണ് കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്? കാരണം ഇവിടെ നമ്മൾ ഒരു കോളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നോക്കൂ, ഇതൊരു കോളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്യൂററ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോളത്തിനകത്ത് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കെമിക്കല് അകത്ത് നിറയ്ക്കും. അപ്പോൾ ഇത് 3 കെമിക്കൽസാണ്, അതായത് സിലിക്ക, അലുമിന, സെല്ലുലോസ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള
കെമിക്കൽസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു കോളം നമ്മൾ വാഷ് ചെയ്തെടുക്കും. നിങ്ങൾ ബ്യൂററ്റ് വാഷ് ചെയ്തതല്ലേ ആദ്യം യൂസ് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ്സിന്, അതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് ആദ്യം ഒരു കോട്ടൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു കോട്ടൺ പീസ് അല്ലെങ്കിൽ ഗ്ലാസ് വൂൾ. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കോട്ടൺ തന്നെയാണ്. അപ്പോൾ കോട്ടൺ കുറച്ചൊരു കുഞ്ഞു പീസ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് വെള്ളത്തിൽ നനച്ചിട്ട് ഈ കോട്ടനെ അകത്തേക്ക് ഇടും, ഈ കോളത്തിനകത്തേക്ക്. അപ്പോൾ കോളത്തിനകത്തേക്ക് ഈ കോട്ടൺ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ കോട്ടൺ വന്നിങ്ങനെ ഇവിടെ അടിഞ്ഞുകൂടി നിൽക്കും. മനസ്സിലായോ? അപ്പോൾ അതാ കണ്ട, ഇതുപോലെ നിൽക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇടണം. ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഈ 3 കെമിക്കൽസിൽ ഏതെങ്കിലും ഒരു കെമിക്കല് ചൂസ് ചെയ്തിട്ട് ആ കെമിക്കല് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ സാധാരണ നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫിക്ക് കൂടുതലായിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കയാണ്. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ സിലിക്കയുടെ എക്സാമ്പിൾ പറയാം. അപ്പോൾ സിലിക്ക എടുത്തിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഇതിനകത്തോട്ട് ഒഴിക്കും, കോളത്തിനകത്ത്. അപ്പോൾ സിലിക്ക ഇതുപോലെ വാട്ടറിലൂടെ ഇങ്ങനെ കോളത്തിനകത്തേക്ക് കടക്കും. മനസ്സിലായോ? അപ്പോൾ കടന്നു കഴിയുമ്പം ആ സിലിക്ക വെള്ളമായിട്ട് ഇങ്ങനെ ഇതുപോലെ കോളത്തിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഇതിൻ്റെ നോസിലാണത്. നിങ്ങൾക്കറിയാലോ ബ്യൂററ്റിനൊരു നോസിലുണ്ടെന്ന്. ആ നോസിലൊന്ന് പതുക്കെ തുറക്കുമ്പം അനാവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം താഴേക്ക് പോകും. അപ്പോൾ ഈ കോളത്തിനകത്ത് എന്ത് മാത്രമേ കാണൂ? സിലിക്ക മാത്രമേ കാണൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിലിക്ക നിറയ്ക്കുന്ന ഈ സിലിക്കയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേഷനറി ഫേസ്? അപ്പോൾ വൺസ് ഈ സിലിക്ക ഇതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നിൽക്കും കോളത്തിനകത്ത്, കോളത്തിൻ്റെ ഷേപ്പിൽ, അല്ലേ? അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. കാരണം ഈ സിലിക്ക ഇതിനകത്ത് അങ്ങ് കട്ടി പിടിച്ച് നിൽക്കും. ഓക്കെ, അപ്പം അത് വേറെ ഒരിടത്തും അനങ്ങി പോവില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ നിൽക്കുന്ന എന്നുള്ള അർത്ഥമല്ലേ? അപ്പം അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി കോളം ക്രൊമാറ്റോഗ്രഫി 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് വെറ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഡ്രൈ മെത്തേഡ്. വെറ്റ് മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? സ്റ്റേഷനറി ഫേസിനെ നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഫേസുമായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഫേസാണ്. ഞാൻ പറഞ്ഞു സിലിക്ക ജെല്ല് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നു എന്നല്ലേ? അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു? നോസിൽ തുറന്നു കഴിയുമ്പം ആ വെള്ളം അങ്ങ് ഊസ് ചെയ്ത് താഴേക്ക് പോകും. അപ്പം മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഫേസ്. അപ്പോൾ ഇവിടെ സിലിക്ക ജെല്ലിൻ്റെ കൂടെ വെള്ളം കലർത്തി ഒഴിച്ചപ്പോൾ ആ വെള്ളം മൂവ് ചെയ്യുന്നതായതുകൊണ്ട് അത് സുഖമായിട്ട് നോസിൽ തുറന്നു കൊടുത്തപ്പോൾ മൂവ് ചെയ്ത് താഴേക്ക് പോയി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡ്രൈ മെത്തേഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിലിക്ക ജെല്ലെടുത്ത് നേരെ ഈ കോളത്തിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം സിലിക്ക ജെല്ല് ഡ്രൈ ആയി തന്നെ കോളത്തിനകത്തേക്ക് തട്ടിക്കൊടുക്കും. മനസ്സിലായോ? അതിനെയാണ് ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം വെള്ളമായിട്ട് ചേർന്ന് കഴിയുമ്പോഴാണ് അതിനെ സ്ലറി എന്ന് വിളിക്കുന്നത്. നമ്മൾ സിമെൻറ്റ് സ്ലറി എന്ന് പറയാറില്ലേ? സിമെൻറ്റും വെള്ളമായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മിശ്രിതത്തിനെയാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. അപ്പം സ്ലറി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു വെറ്റ് മെത്തേഡാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ 2 മെത്തേഡിലാണ് കോളം ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്നത്. നമ്മൾ സാധാരണ മിക്കവാറും ചെയ്യുന്നത് ഈ വെറ്റ് മെത്തേഡാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന് കോളം എടുത്തു, പിന്നെ അതിനകത്ത് ഈ കോട്ടൺ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ സിലിക്ക സറി ആഡ് ചെയ്തു. അപ്പം ഞാനിവിടെ സിലിക്ക എന്ന് പറയുന്നത് സിലിക്ക എക്സാമ്പിളായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിലിക്ക സ്ലറി ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഇപ്പം നമ്മൾ ഏത് സാമ്പിളാണോ, ഏത് സാമ്പിളിനകത്തുള്ള, അതായത് ഏത് സാമ്പിളിൻ്റെ പിഗ്മെൻറ്റ്സ് ആണോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സാമ്പിളാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയുന്നത് വീണ്ടും പ്ലാന്റ് പിഗ്മെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ പ്ലാന്റ് പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പിഗ്മെൻറ്റ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ക്ലോറോഫിലെല്ലാം ലീഫിലാണ് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലീഫ് എടുത്തുകൊണ്ട് വന്ന്, ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ലീഫ് എടുത്തുകൊണ്ട് വന്ന് അത് നന്നായിട്ട് അരച്ചിട്ട്
ആ അരച്ചതിനെ നമ്മൾ എന്ന് വെച്ചാൽ അരച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ അരിച്ചെടുക്കും, ഫിൽറ്റർ ചെയ്യും. അരിച്ചെടുത്തിട്ട് ആ അരിച്ച ആ ഒരു സൊല്യൂഷൻ ആണ് നമ്മളിവിടെ സാമ്പിളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സിലിക്ക സ്ലറിയുടെ മേളിൽ കൂടെ സാമ്പിൾ നമ്മളിങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ കണ്ടോ, സാമ്പിൾ ഇതുപോലെ മേളിൽ വന്ന് കിടക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്യുന്നു. അപ്പം ഈ സിലിക്ക ജെല്ല് സ്റ്റേഷനറി ഫേസ് ആണ്. സിലിക്ക ജെല്ലിൻ്റെ മേളിൽ കൂടെയാണ് സാമ്പിൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി സാമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കും സാമ്പിളിൻ്റെ മേളിൽ കൂടെ. മനസ്സിലായോ? അപ്പോൾ മൊബൈൽ ഫേസ് ഈസ് കണ്ടിന്യൂസ്ലി ആഡഡ് ടു ദ കോളം ഡ്യൂറിങ് സെപ്പറേഷൻ. എന്നിട്ട് ഈ മൊബൈൽ ഫേസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ നോസിൽ തുറക്കും. ഇവിടെ ഒരു നോസിലുണ്ടെന്ന് പറഞ്ഞില്ലേ താഴെ, അപ്പോൾ ഈ നോസിൽ അങ്ങ് തുറന്നു കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ മേളിൽ ആഡ് ചെയ്ത മൊബൈൽ ഫേസ് സാമ്പിളിൻ്റെ മേളിൽ കൂടെ സ്ലറി കൂടെ താഴേക്ക് ഒഴുകി നോസിൽ വഴി താഴേക്ക് എത്തും. മനസ്സിലായോ? ഇങ്ങനെ താഴേക്ക് യൂസ് ചെയ്ത് വരുന്ന ഈ മൊബൈൽ ഫേസിനെ നമ്മൾ ഓരോ ബീക്കറിനകത്ത് കളക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതാണ് അടുത്ത ഫേസ്. ഇത്രയും മനസ്സിലായോ? അപ്പം മൊബൈൽ ഫേസ് സാമ്പിളിൻ്റെ മേളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം മൊബൈൽ ഫേസ് എന്ത് ചെയ്യുന്നു, സാമ്പിളിൽ കൂടെ സിലിക്ക ജെല്ലിൽ കൂടെ താഴേക്ക് ഒഴുകിയെത്തുന്നു. അപ്പം അങ്ങനെ ഒഴുകിയെത്തുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഈ യെല്ലോ ആയിട്ട് ആരോ കാണിച്ചിരിക്കുന്നത് മൊബൈൽ ഫേസ് ഇങ്ങനെ ഒഴുകിയെത്തുന്നതായിട്ടാണ്, ഒഴുകി താഴേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുന്നതായതുകൊണ്ടാണ് അതിനെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും സോൾവെൻ്റ് ആകാം. ഓക്കെ, സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സോൾവെൻസ് ഉണ്ട്. ആൽക്കഹോൾ, അസറ്റോൺ, ദെൻ പെട്രോളിയം ഈതർ, ഓക്കെ, അങ്ങനെ ബെൻസീൻ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സോൾവെൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഏത് സോൾവെൻറ്റ് വേണോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള സോൾവെൻ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് സാമ്പിളിനകത്ത് പോളാറായിട്ടുള്ള സബ്സ്റ്റൻസസിനെയാണ് പുറത്ത് കാണേണ്ടതെങ്കിൽ, അതായത് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പോളാർ മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കും. അതേസമയം നോൺ പോളാർ ആയിട്ടുള്ള സാമ്പിൾ സബ്സ്റ്റൻസസിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നോൺ പോളാർ മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ പോളാറും നോൺ പോളാറും എന്ന് പറയുന്നത്, പോളാർ എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് സബ്സ്റ്റൻസസ് ആണ് അല്ലേ പോളാർ എന്ന് പറയുന്നത്. വാട്ടർ ഹേറ്റിംഗ് സബ്സ്റ്റൻസസ് ആണ് നോൺ പോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സാമ്പിളിൻ്റെ മേളിൽ കൂടെ മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കും. മൊബൈൽ ഫേസ് താഴേക്ക് സാമ്പിളിൽ കൂടെ ഈ സ്ലറി കൂടെ ഒഴുകി താഴേക്ക് വരുന്നു. ഓക്കെ, ശരി. അപ്പം ഇവിടെ ഞാൻ PPT വച്ചതിൽ, സ്ലൈഡ്സ് വച്ചതിൽ ചെറിയൊരു വ്യത്യാസം വന്നുപോയി. അപ്പം നോക്കൂ, ഇത് ഇവിടെ മൊബൈൽ ഫേസ് ആഡ് ചെയ്തതിന് ശേഷം മൊബൈൽ ഫേസ് സാമ്പിളിൽ കൂടി ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. അപ്പോൾ സാമ്പിളിൽ കൂടി ഇങ്ങനെ താഴേക്ക് ഒഴുകുമ്പം നോക്കൂ, ഈ മൊബൈൽ ഫേസ് സാമ്പിളിൽ കൂടെ താഴേക്ക് ഒഴുകുമ്പോൾ സാമ്പിളിനകത്തുള്ള ബാക്കി കമ്പോണൻസ് ഓരോന്നായിട്ട് ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് താഴേക്ക് മൊബൈൽ ഫേസിൻ്റെ കൂടെ താഴേക്ക് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പം നോക്കൂ, ഈ സാമ്പിളിൽ നമ്മൾ കറുത്താണ് കണ്ടതല്ലേ സാമ്പിള്. നേരത്തെ പിക്ചർ കണ്ടില്ലേ, സോറി, കറുത്തല്ല, കുറച്ചൊരു ബ്ലൂ കളറുണ്ട് അല്ലേ, നല്ല ബ്ലൂയിഷ് കളറാണ് അത്. നോക്കൂ, മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി, അതിനകത്തുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് നമുക്ക് വിസിബിളായി അല്ലേ. അപ്പം അപ്പം മൊബൈൽ ഫേസ് ആഡ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാമ്പിളിനകത്തുള്ള ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. സാമ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് ഇപ്പം സെപ്പറേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഡിഫറെൻറ്റ് കളേഴ്സിൽ യെല്ലോ, ഓറഞ്ച്, പിന്നെ ബ്ലൂ, വയലറ്റ്, ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. ഈ സാമ്പിളിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് സാമ്പിളിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇപ്പോൾ നമുക്ക് വിസിബിൾ ആയത്? അതിൻ്റെ റീസൺ, ഈ മൊബൈൽ ഫേസ് സാമ്പിളിൽ കൂടെ കടന്നു പോയപ്പോൾ ഈ സാമ്പിളിനകത്തുള്ള കമ്പോണൻസിൽ ചില കമ്പോണൻസിന് മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉണ്ട്. അപ്പം മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്?
ഞാൻ നേരത്തെ പറഞ്ഞു സോൾവെൻ്റ് ആണെന്നല്ലേ. അപ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ അടുത്ത് അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇഷ്ടം, സ്നേഹം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉള്ള ഈ സാമ്പിൾ മോളിക്യൂൾസ് മൊബൈൽ ഫേസിൻ്റെ കൂടെ താഴേക്ക് പെട്ടെന്ന് ഒഴുകിയെത്തും. അതേസമയം ഈ സിലിക്ക ജെൽ അല്ലെങ്കിൽ ഈ സ്റ്റേഷനറി ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉള്ള സാമ്പിൾ മോളിക്യൂൾസ് ഈ സിലിക്ക ജെല്ലിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴുകുന്നത് ഏതാണ്? ഈ ഗ്രീൻ ലെയർ ആണ് ആദ്യം എത്തിയത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഗ്രീൻ ലെയർ, പിന്നെ അടുത്ത ആരാ? ഓറഞ്ച്. അപ്പം ഗ്രീനിനും ഓറഞ്ചിനുമാണ് മൊബൈൽ ഫേസിൻ്റെ അടുത്ത് കൂടുതൽ ഇഷ്ടം ഉള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മൊബൈൽ ഫേസ് താഴേക്ക് ഒഴുകുന്നതനുസരിച്ച് ഈ രണ്ട് ലെയേഴ്സും പെട്ടെന്ന് താഴേക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വന്നത്. മനസ്സിലായോ? അതേസമയം ഈ മേളിലത്തെ രണ്ട് ലെയർ നോക്കുക, ഏറ്റവും ഡാർക്ക് ബ്ലൂ കളറും പിന്നെ വയലറ്റ് കളറും. ഈ രണ്ട് കളറും ഏറ്റവും ലാസ്റ്റാണ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അതിൻ്റെ റീസൺ എന്താണ്? ഈ രണ്ട് ലെയേഴ്സിനും ആരുടെ അടുത്താണ് അഫിനിറ്റി കൂടുതൽ? സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ കോളത്തിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന സിലിക്ക ജെല്ലാണ്. അതിൻ്റെ അടുത്താണ് അഫിനിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് ഈ സിലിക്ക ജെല്ലിൽ തന്നെ ഒട്ടി നിൽക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാമ്പിൾ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നോക്കൂ, ഇനി അടുത്ത പിക്ചർ. ഈ പിക്ചർ നോക്കൂ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന കാണുന്നില്ലേ? സാമ്പിൾ മോളിക്യൂൾസ് ലെയേഴ്സ് ആയിട്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഗ്രീൻ ലെയർ, പിന്നെ ഓറഞ്ച്, പിന്നെ ബ്ലൂ. ഏറ്റവും ലാസ്റ്റാണ് ഈ രണ്ട് ലെയേഴ്സും വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ലെയേഴ്സിനും സ്റ്റേഷനറി ഫേസിൻ്റെ അടുത്താണ് അഫിനിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് സ്റ്റേഷനറി ഫേസിൻ്റെ അടുത്ത് തന്നെ ഒട്ടി നിൽക്കും മാക്സിമം. മറ്റേ മൂന്നെണ്ണത്തിനും ആരുടെടുത്താണ് അഫിനിറ്റി കൂടുതൽ? മൊബൈൽ ഫേസിൻ്റെ അടുത്ത്. അപ്പം മൊബൈൽ ഫേസ് ഒഴുകുന്ന ആ രീതിയിൽ, ആ ഫ്ലോയിൽ തന്നെ മൊബൈൽ ഫേസിൻ്റെ കൂടെ പെട്ടെന്ന് താഴേക്ക് ഒഴുകിയെത്തും. മനസ്സിലായോ? അങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. ഈ പിക്ചറിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സെപ്പറേഷൻ നടന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. നോക്കൂ, ഗ്രീന്, ദെൻ ഓറഞ്ച്, ദെൻ ബ്ലൂ, പിന്നീടാണ് വയലറ്റും ഡാർക്ക് ബ്ലൂ. കണ്ടോ? അപ്പം ഗ്രീനാണ് ആദ്യം ഒഴുകി താഴേക്ക് എത്തുന്നത്. അതിൻ്റെ അർത്ഥം ഗ്രീനിനാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫേസുമായിട്ട് അഫിനിറ്റി ഉള്ളത് എന്നാണ്. പിന്നെ കുറച്ചും കൂടെ മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി ഉള്ളത് ഓറഞ്ചാണ്. അതുകൊണ്ടാണ് ഗ്രീനിൻ്റെ തൊട്ട് പിന്നാലെ അത് ഒഴുകിയെത്തിയത്. അതിൻ്റെ കാട്ടിലും കുറച്ചും കൂടെ മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി കുറച്ചും കൂടെ കുറവ് ബ്ലൂവിനാണ്, ഇപ്പം ഈ രണ്ട് ലെയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം. അതുകൊണ്ടാണ് മൂന്നാമതെത്തുന്നത്. മനസ്സിലായോ? പിന്നെ അഫിനിറ്റി തീരെ കുറവ്, മൊബൈൽ ഫേസിൻ്റെ അടുത്ത് അഫിനിറ്റി തീരെ കുറവ് വയലറ്റിനും പിന്നെ ഡാർക്ക് ബ്ലൂവിനുമാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ലാസ്റ്റ് എത്തുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഈ സാമ്പിളിനകത്തുള്ള ഡിഫറെൻറ്റ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോളം ക്രൊമാറ്റോഗ്രഫി വഴി. മനസ്സിലായോ ഇത്? ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അഫിനിറ്റി അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് സാമ്പിൾ മോളിക്യൂൾസ്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻ മോളിക്യൂൾസ് ഇന്ററാക്ട് മോർ വിത്ത് മൊബൈൽ ഫേസ്. അതുകൊണ്ടാണ് ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ആൻഡ് ഡാർക്ക് ബ്ലൂ ആൻഡ് പെർപ്പിൾ മോളിക്യൂൾസ് ഇന്ററാക്ട് മോർ വിത്ത് സ്റ്റേഷനറി ഫേസ്. അതുകൊണ്ടാണ് സ്റ്റേഷനറി ഫേസിൽ തന്നെ ഒട്ടി നിൽക്കുന്നത്. ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. അഡ്സോർബിയ എന്ന് പറഞ്ഞാൽ പറ്റി പിടിച്ച് നിൽക്കുക. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചോക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് കളറ് വെള്ളത്തിൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ മഷിക്കകത്ത് നമ്മൾ മുക്കിയിട്ട് ഈ ചോക്കിനെ എടുത്ത് പൊട്ടിച്ച് നോക്കുമ്പം ഈ മഷി ചോക്കിൻ്റെ വെളിയിലത്തെ ലെയേഴ്സിലായിരിക്കും പറ്റിപ്പിടിച്ചിരിക്കുന്നത് അല്ലേ, അകത്തെ ലെയറിൽ എത്തില്ല. ഇതിനെയാണ് അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്, പറ്റിപ്പിടിച്ചിരിക്കുന്നതിന്. അപ്പം അതുപോലെയാണ് ഇവിടെ ഈ ബ്ലൂവും പെർപ്പിളും, അതായത് ഈ ഡാർക്ക് ബ്ലൂവും ഈ പേർപ്പിളും, ഈ രണ്ട് കളേഴ്സും ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. ഈ സിലിക്ക ജെല്ലിൻ്റെ മേളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ലെയേഴ്സിനും ഏറ്റവും കൂടുതൽ അഫിനിറ്റി സ്റ്റേഷനറി ഫേസുമായിട്ടാണ് എന്നുള്ളതാണ്. അതേസമയം ബാക്കിയുള്ളതിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി മൊബൈൽ ഫേസുമായിട്ടാണ്.
ഇങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. അഫിനിറ്റി അനുസരിച്ചാണ് സെപ്പറേഷൻ നടക്കുന്നത്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. അധികം കോസ്റ്റ് ഒന്നുമില്ല. ഒരു കോളം നമ്മൾ സംഘടിപ്പിച്ചാൽ മതി. അതുപോലെ ഒരു മൊബൈൽ ഫേസും പിന്നെ സ്റ്റേഷനറി ഫേസും സംഘടിപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുള്ള സാമ്പിൾസ് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു PPTയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത സാമ്പിൾ മോളിക്യൂൾസിനെ കളക്ട് ചെയ്യുന്നതായിട്ടാണ്. കണ്ടോ, ഇതുപോലത്തെ ബീക്കേഴ്സ് ഉപയോഗിച്ച് കളക്ട് ചെയ്യും. അങ്ങനെ ഇത് മൊത്തമായിട്ട് ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ എല്ലാം. അപ്പം ആദ്യം കളക്ട് ചെയ്യുന്നത് ഏതിനെയായിരിക്കും? ഈ ഗ്രീൻ ലെയറിനെ ആയിരിക്കും. രണ്ടാമത് കളക്ട് ചെയ്യുന്നത് ഓറഞ്ച്. മൂന്നാമത്, അപ്പം ഞാൻ ഇവിടെ 1 2 3 ഇടാം. 1 2. മൂന്നാമത് ഈ ബ്ലൂ. നാലാമത് ഓക്കെ. അപ്പം നമ്മളിവിടെ കണ്ടത് എന്താണ്? ഡിഫറെൻറ്റ് ലെയേഴ്സ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ബീക്കേഴ്സിൽ കളക്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. അപ്പം ഇതിൽ ആദ്യം കളക്ട് ചെയ്ത് വന്നത് ഗ്രീൻ പിഗ്മെന്റ് ആണ്. രണ്ടാമത് ഓറഞ്ച്, തേർഡ് ബ്ലൂ, നാലാമത് വയലറ്റ്, അഞ്ചാമത് ഡാർക്ക് ബ്ലൂ അല്ലേ. അപ്പോൾ ഈ കളക്ട് ചെയ്ത് വരുന്നത് എന്താണ്? മൊബൈൽ ഫേസും സാമ്പിളും കൂടിയാണ് ഓരോ ലെയറായിട്ട് കളക്ട് ചെയ്ത് കിട്ടുന്നത്. ഇതിൽ അപ്പോൾ ഈ കളക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ബീക്കറിനകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? ഒന്ന് മൊബൈൽ ഫേസ്, രണ്ടാമത്തത് സാമ്പിൾ മോളിക്യൂൾസ് അല്ലേ. ഇതിലെ ഈ മൊബൈൽ ഫേസിനെയാണ് നമ്മൾ ഇലുവേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇലുവേറ്റ്, ELUATE. സാമ്പിൾ മോളിക്യൂൾസിനെ ഇലുവൈറ്റ് എന്ന് പറയും, ELUITE. കണ്ടോ, മനസ്സിലായോ? അപ്പം ഇലുവേറ്റും കൂടെ ചേർന്നാണ് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പ്രൊസീജിയറും വർക്കിങ്ങും. ഓക്കെ, അപ്പം ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളം ക്രൊമാറ്റോഗ്രഫി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ കോളം ക്രൊമാറ്റോഗ്രഫിയെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള സ്റ്റേഷനറി ഫേസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സിലിക്ക, അലുമിന, സെല്ലുലോസ് ഇങ്ങനത്തെ സ്റ്റേഷനറി ഫേസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അതേസമയം ചില പ്രത്യേക തരത്തിലുള്ള റെസിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി. അതായത് റെസിൻ എന്ന് പറയുമ്പോൾ അയൺ എക്സ്ചേഞ്ച് റെസിൻ
ഇതാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി. ഇനി നമ്മൾ ചില സ്പെഷ്യലൈസ്ഡ് ലിഗാൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ക്രൊമാറ്റോഗ്രഫിക്ക് നമ്മൾ അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചില ലിഗാൻസ് ആണ്. പിന്നെ പോറസ് ബീഡ്സ് അല്ലെങ്കിൽ ജെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേഷനറി ഫേസ് യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളൻ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളൻ ക്രൊമാറ്റോഗ്രഫി എന്ന് ഇതിനെ അറിയപ്പെടുന്നു. സ്റ്റാർട്ടിങ് ഫ്രം അഡ്സോർപ്ഷൻ ടു ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻ പഠിക്കാം. എനിവേ, താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ് ആൻഡ്